നമ്മുടെ കാര്യക്രമം ആരംഭിക്കാൻ പോവാണ്. ആദ്യത്തെ കാര്യപരിപാടി ദീപം തെളിയിക്കലാണ്. ഭാരതത്തിൻ്റെ ഷഡ്ദർശനങ്ങളിൽ ഒന്നായ യോഗ ദർശനത്തെ സ്വീകരിക്കുകയും ഇന്ന് ലോകം മുഴുവൻ അത് ആചരിച്ചു വരികയുമാണ്. ഭാരത സർക്കാരിൻ്റെ ആയുഷ് മന്ത്രാലയം തയ്യാറാക്കിയിട്ടുള്ള യോഗ പ്രോട്ടോക്കോൾ എന്ന യോഗ പാക്കേജ് എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചുകൊണ്ട് സർവേ സന്തു നിരാമയ, എല്ലാവർക്കും ആരോഗ്യം എന്നുള്ള ലക്ഷ്യത്തോടെ ഇന്നത് പ്രാവർത്തികമായി കൊണ്ടിരിക്കുകയാണ്. ആദ്യ ചടങ്ങായിട്ടുള്ള ദീപപ്രജ്വലനമാണ്. അതിനുവേണ്ടി നമ്മുടെ MLA ബഹുമാനപ്പെട്ട ശ്രീ ഒ രാജഗോപാൽ അവർകളെ, രാജേട്ടനെ സാദരം ക്ഷണിച്ചു കൊള്ളുകയാണ്. അവർക്ക് എല്ലാ വേദിയിലുള്ള ഉപവിഷ്ടരായവരും ഈ കർമ്മത്തിന് സാക്ഷിയാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. RDO ശ്രീമതി രേണു മാഡം, ബ്രഹ്മകുമാരി മീനാജി, K വിജയൻ സാർ, ശ്രീ വിജയൻ സാർ, ഡോക്ടർ നന്ദകുമാർജി, കുമാരി സാന്ദ്ര വേദിയിൽ ഒരു യോഗ പ്രദർശനം.
അടുത്തതായി നന്ദൻ, 7 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കൊച്ചു കുഞ്ഞ് നമ്മുടെ മുന്നിലിരിക്കുന്നു. ബാബുജി സ്കൂളിലെ 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. സരിത മുകേഷ് ദമ്പതികളുടെ പുത്രനാണ്. പറളി കണാവല്ലൂരാണ് അവിടെ, നമ്മുടെ ജില്ലക്കാരനാണ്. 1 മിനിറ്റിൽ 27 തവണ തുടർച്ചയായി ചക്രാസനം ചെയ്ത് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഹാൻഡ്സ് ഫ്രീ സൈഡ് സിറ്റപ്പ്, അത് കുംഫൂലുള്ള ഒരു ഐറ്റമാണ്. അത് 1 മിനിറ്റിൽ 76 തവണ ചെയ്തുകൊണ്ട് റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് പ്രവേശനം നമ്മുടെ ഈ നന്ദന് ലഭിച്ചിട്ടുണ്ട്. അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയും കൂടിയാണ്. നേരത്തെ പൂർണ്ണ പാദാസനത്തിലിരുന്ന് എത്ര മണിക്കൂർ വേണമെങ്കിൽ അവൻ ഇരിക്കാൻ തയ്യാറാണ്. അതിന് യാതൊരു തരത്തിലുള്ള വിഷമവും അവനില്ല. അവൻ അറിയുന്ന പോസ്റ്ററൊക്കെ നമ്മളെപ്പോലെ 10 സെക്കൻഡോ 20 സെക്കൻഡല്ല, മണിക്കൂർ കണക്കിന് അവൻ ഇരിക്കാൻ അവൻ്റെ ശരീരം പ്രാപ്തമാണ്. അടുത്തതായി നമ്മുടെ ഈ കാര്യക്രമത്തിൻ്റെ ഉദ്ഘാടന ഭാഷണത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട രാജേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. യോഗ ദിനം ഇന്ന് ലോകത്തിൽ 190-ലേറെ രാജ്യങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങൾ, ക്രിസ്ത്യൻ രാജ്യങ്ങൾ എല്ലാം അടക്കം 190-ലേറെ രാജ്യങ്ങളിൽ യോഗ പരിശീലനം നടക്കുന്നുണ്ട്. ഇത് സാധ്യമാക്കാൻ ഇടയാക്കിയത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2015 ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി സംസാരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചു. ഭാരതത്തിന് ലോകത്തിന് മുഴുവൻ സംഭാവന ചെയ്യാനുള്ള യോഗ എന്നുള്ള പരിപാടി ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന മത, രാഷ്ട്ര, ജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവർക്കും പരിശീലിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അത് സ്വീകരിക്കണമെന്ന്, ലോക നിലവാരത്തിൽ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി ഐക്യരാഷ്ട്രസഭയിൽ നിർദ്ദേശിച്ച അവസരത്തിൽ അത് 190 രാജ്യങ്ങളും സ്വീകരിക്കാൻ തയ്യാറായി. അങ്ങനെയാണിപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇത് ആചരിച്ചു വരുന്നത്. യോഗയുടെ ഗുണഗണങ്ങളെപ്പറ്റി ഇവിടുത്തെ സദസ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ആത്മാവിനും എല്ലാം ഒരുപോലെ ഗുണകരമായ, ചെലവില്ലാത്ത, ലളിതമായ, വീട്ടിലിരുന്ന് ആർക്കും, പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെ പരിശീലിക്കാൻ പറ്റുന്ന ഒരു ആചാര സമ്പ്രദായം നമ്മളിപ്പോൾ പ്രചാരത്തിൽ വന്നിരിക്കുന്നു. അത് എല്ലാവരും കൈക്കൊള്ളാൻ സംഘടിതമായി നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം.
നമ്മുടെ ബഹുമാന്യനായ MLA ശ്രീ ഒ രാജഗോപാൽ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. അടുത്തതായി നമ്മുടെ ജില്ലയിൽ യോഗ പ്രവർത്തനങ്ങളിൽ വളരെയധികം സുദീർഘമായ സേവനം അനുഷ്ഠിച്ച ആളുകളെ ആദരിക്കുന്ന ചടങ്ങുണ്ട്. അത് നമ്മുടെ ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കും. അധ്യക്ഷ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ബഹുമാന്യയായ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരൻ അവറുകളാണ്. നമ്മുടെ RDO ശ്രീമതി രേണു ആർ ഈ വേദിയിലുണ്ട്. അതുപോലെ തന്നെ ഒട്ടധികം വിശിഷ്ട വ്യക്തികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ എല്ലാവരെയും പേരെടുത്ത് ഇപ്പോൾ പറയുന്നില്ല, പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ചടങ്ങുകൾ തുടങ്ങാനുള്ള സമയമായതുകൊണ്ട് അടുത്തത് അധ്യക്ഷ പ്രഭാഷണത്തിനായിട്ട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള അവരുകളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വേദിയിലിരിക്കുന്ന ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ MLA ഒ രാജഗോപാൽ അവർകൾ, വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുള്ള പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശാന്തകുമാരി അവർകൾ, ബ്രഹ്മകുമാരി ശിശിര വിദ്യാലയത്തിലെ ഡോക്ടർ മീനാജി, മറ്റു വേദിയിലിരിക്കുന്ന എൻ്റെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇത് കൂടുതലായിട്ട് പ്രസംഗിക്കൊന്നുമില്ല. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ജൂൺ 21 എല്ലാവരും യോഗ ദിനമായി കൊണ്ടാടുന്ന ഈ വേളയിൽ പാലക്കാട് ജില്ലയിൽ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇന്നത്തെ ഈ യോഗാ ദിനം കൊണ്ടാടുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, യോഗ ഒരു വ്യായാമമല്ല, തീർച്ചയായിട്ടും മനസ്സിനെയും ബുദ്ധിയെയും ഓർത്തിണക്കിക്കൊണ്ട്, ശരീരവും ഓർത്തിണക്കിക്കൊണ്ടിട്ടുള്ള ഒരു പ്രയാണം മാത്രമാണ്. ആ ഒരു മനസ്സ് ശാന്തിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ യോഗ നമ്മളെല്ലാവരും ഈ യോഗാദിനത്തിൽ മാത്രമല്ല എല്ലാവരും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇത് യോഗ എടുക്കാൻ ഒരുപാട് സമയം വേണം, അതുകൊണ്ട് ഒരുപാടൊന്നും പ്രസംഗിക്കുന്നില്ല. തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ശാന്തകുമാരി അവർകളെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് ബ്രഹ്മകുമാരി മീന സിസ്റ്റർ, പാലക്കാട് ശേഖരപുരത്ത് ബ്രഹ്മകുമാരി ആശ്രമം മെഡിറ്റേഷൻ സെൻറ്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സുകുമാരൻ നായർ എന്ന സുകുമാരേട്ടൻ റിട്ടയർഡ് റെയിൽവേ ഉദ്യോഗസ്ഥനാണ്. 90 വയസ്സിലേക്ക് ജൂലൈ 26 പ്രവേശിക്കാൻ പോകുന്നു. നൗളിക്രിയെ കൊണ്ട് വളരെ പ്രസിദ്ധനാണ്. ബാബ രാംദേവ് ചെയ്യുന്ന വയറിൻ്റെ പ്രവർത്തനമാണ് ഷഡ്ക്രിയയിൽ. അദ്ദേഹം കോഴിക്കോടാണ് ജനിച്ചത്. പ്രൊഫസർ ഗോപികൃഷ്ണ സാർക്കുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഡോക്ടർ SS കൈമൾ എന്ന ശിവശങ്കര കൈമൾ അവർ കോഴിക്കോട് സർവകലാശാലയുടെ ആരംഭകാലം മുതൽ 1970 സ്ഥാപിതമായ കാലം മുതൽ കായിക പരിശീലകനായി പ്രവർത്തനം ആരംഭിച്ച് 2003 അദ്ദേഹം വിരമിച്ചു. PT ഉഷയെപ്പോലുള്ള നിരവധി കായിക താരങ്ങളെ ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ പരിശ്രമം നടത്തിയിട്ടുള്ള അദ്ദേഹമാണ് SS കൈമൾ സാർ. ശ്രീ A അഹമ്മദ്, അദ്ദേഹം പാലക്കാട് അറിയപ്പെടുന്നൊരു സാമൂഹ്യ പ്രവർത്തകനും വ്യവസായിയുമാണ്. കഴിഞ്ഞ 15 കൊല്ലമായിട്ട് യോഗ നിത്യജീവിതത്തിൽ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. യോഗ ഡിപ്ലോമ ബിരുദം നേടിയിട്ടുള്ള വ്യക്തിയാണ്. ശ്രീ M അശോക് കുമാർ, സദ്ഗുരു യോഗ ആശ്രമം വിളയോട് ചിറ്റൂർ. പ്രസിദ്ധനായ യോഗ ഗുരു മണിയേട്ടൻ്റെ പുത്രനാണ്. അച്ഛനിൽ നിന്ന് യോഗശാസ്ത്രം വശമാക്കി യോഗരംഗത്ത് വളരെയേറെ പ്രാഗൽഭ്യം നേടിയ വ്യക്തിയാണ്. ഭാരതത്തിൻ്റെ അകത്തും പുറത്തും തൻ്റെ ഈ ഒരു വിഷയ പഠനം നടത്തി ഇപ്പോൾ ചിറ്റൂർ കേന്ദ്രമാക്കിക്കൊണ്ട് തമിഴ്നാട് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇതുപോലുള്ള സെൻറ്റേഴ്സ് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാധവൻ, പട്ടാമ്പി മാധവേട്ടൻ 72 വയസ്സിലും യോഗാസന ചാമ്പ്യൻഷിപ്പ് ദേശീയ തലത്തിൽ കരസ്ഥമാക്കിയ വ്യക്തിയാണ്. ഒരു ആശംസ ഭാഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ RDO അവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ സ്വാഗതം, എൻ്റെ ആശംസകൾ. നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം വളരെ വികസിപ്പിക്കുന്ന ഈ യോഗ പരിപാടി ഒരു ഭാവി തലമുറയ്ക്ക് വളരെ
പ്രചോദനമാകട്ടെ എന്നും അതിനുള്ളൊരു കാൽവയ്പായി ഈ ദിനം മാറട്ടെ എന്നും മാത്രം ആശംസിക്കുന്നു. ഈ സ്റ്റേജിൽ ഇവിടെ പരിപാടി അവതരിപ്പിച്ച 2 കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക ആശംസകൾ. എല്ലാവർക്കും പ്രചോദനമാകാൻ അവരുടെ ഈ പ്രവർത്തനം നിങ്ങൾക്കെല്ലാം പ്രചോദനമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കട്ടെ ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതാണ്. അതിന് എല്ലാ ആശംസകളും നേരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശാന്തകുമാരി അവരെ സാദരം ക്ഷണിച്ചുകൊള്ളു. സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വിശ്വ യോഗാ ദിനത്തിൻ്റെ ഭാഗമായി ജില്ലാ ഭരണകൂടം ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ദിനാചരണ പരിപാടി ബഹുമാനപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി ശ്രീ ഒ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. ഏതാണ്ട് 5 വർഷമായി രാജ്യത്ത് യോഗ നമ്മുടെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ഔപചാരിക ചടങ്ങാണ് ജൂൺ 21 എന്നുള്ളത്. അതോടൊപ്പം ഓരോ വർഷവും യോഗാ ദിനത്തിൻ്റെ പ്രത്യേക മുദ്രാവാക്യങ്ങൾ, ആശയങ്ങൾ ലോക ജനതയുടെ മുമ്പിൽ വെക്കാറുണ്ട്. 2019 യോഗാ ദിനത്തിൻ്റെ സന്ദേശമെന്ന് പറയുന്നത് പ്രകൃതിക്ക് വേണ്ടിയുള്ളതാണ്. നാം അധിവസിക്കുന്ന ഈ ഭൂമിയിൽ ഒട്ടേറെ കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ ജീവിതത്തെ, ജീവജാലങ്ങളുടെ ജീവിതത്തെ, ജീവനുള്ള ലോകത്തിലെ ഓരോ വസ്തുവിനും വലിയ പ്രതിബന്ധമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിതീവ്രമായ കാലാവസ്ഥ വ്യതിയാനം അതിൻ്റെ ഭാഗമായി ചെറുത്ത് നിൽക്കാനാവശ്യമായ മനുഷ്യപ്രയത്നത്തിൻ്റെ സന്ദേശമുയർത്തിപ്പിടിച്ചുകൊണ്ടാണ് 2019 ഈ ദിനത്തിൻ്റെ ആഘോഷവേള നാം ഒത്തുചേർന്ന് ആചരിച്ചു വരുന്നത്. ഇവിടെ കേരളം പോലുള്ള സംസ്ഥാനത്ത് പ്രകൃതിദത്തമായ പ്രകൃതി സമ്പത്തിന്, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ പരമ്പരാഗതമായ ജീവിതശൈലിയിലൂടെ നാം ശീലിച്ചു വന്നപ്പോഴും ഇന്ന് ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തവും പാരിസ്ഥിതിക ആഘാതങ്ങളും തീവ്രമായ കാലാവസ്ഥ വ്യതിയാനവുമെല്ലാം നേരിട്ട് മനസ്സിലാക്കിയ ആളുകളാണ് നാം ഓരോരുത്തരും. പ്രത്യേകിച്ച് പാലക്കാട് ജില്ല അത്തരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമായി കഴിഞ്ഞ 2 മാസം നമ്മുടെ ജില്ലയുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് തന്നെ 43, 44 ഡിഗ്രിയിലേക്ക് താപനം ഉയർന്ന സ്ഥിതിവിശേഷമെല്ലാം നമുക്കറിയാം. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ പ്രകൃതിക്ക് വേണ്ടിയുള്ള കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് ആയാസകരമായ അഭ്യാസമുറകളിലൂടെ, അതിന് വ്യത്യസ്ത ആശയങ്ങളുണ്ടാവാം. ഒരുപക്ഷെ കായികപരമായ അഭ്യാസമുറയെ ആത്മീയമായും അല്ലാതെയും പലപ്പോഴും ചർച്ചയ്ക്ക് വിധേയമാക്കാം. പക്ഷേ യോഗ നിർബന്ധമായും നാം നമ്മുടെ ശാരീരിക ആയാസത്തിന് വേണ്ടി, മാനസിക ഉല്ലാസത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി പ്രയോഗിക്കുകയും പരിശീലിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന തർക്കമില്ലാത്ത ആശയം നാം ഉയർത്തിപ്പിടിക്കുന്നത് യോഗാസന മുറകളുടെ പരിശീലനത്തിലൂടെയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകമെമ്പാടും ഇന്ന് ഒരാശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ പരിശീലന മുറ
ഇവിടെ ഏറ്റെടുക്കുകയാണ്. അതിൽ പങ്കാളികളാവാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഈ ജില്ലയുടെ വിവിധ സംഘടനകൾ വളരെ നല്ല രൂപത്തിൽ സംഘടിപ്പിക്കാനും നെഹ്റു യുവകേന്ദ്രയെ പോലുള്ള യുവജനങ്ങളുടെ സാമൂഹ്യ ക്ഷേമ കായിക പ്രതിരോധത്തിന് വേണ്ടി രൂപം കൊണ്ട ഈ സംഘടന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും വിശ്വയോഗ ദിനത്തിൻ്റെ ഊഷ്മളമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം സംഘസത്വം സംവദത്വം. ഓം സംഘസത്വം സംവദത്വം. സംവോ മനാംസി ജാനതാം മനാംസി ജാനതാം. ദേവോ ഭാഗം യഥാ പൂർവേ ഭാഗം യഥാ പൂർവേ സഞ്ജാനാനാമുപാസതേ. സാവധാനം കണ്ണുകൾ തുറക്കുക. നമുക്കെല്ലാവർക്കും പരസ്പരം സംവദിക്കാൻ കഴിയട്ടെ. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ചലിക്കാൻ സാധിക്കട്ടെ. അതേപോലെ തന്നെ പൂർണ്ണമായ ഒരു ഐക്യത്തോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈശ്വരീയമായ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇനി ഇരുന്നു കൊണ്ട് 4 തരത്തിലുള്ള വ്യായാമങ്ങൾ നമ്മുടെ പ്രോട്ടോക്കോളിൽ നിർദ്ദേശിക്കുന്നു. ആദ്യമായിട്ട് ഗ്രീവസന്ധി എന്ന് പറഞ്ഞാൽ നെക്ക് മൂവ്മെൻറ്റ്. എല്ലാവരും നിവർന്നിരുന്നോളൂ. ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ താടിയെല്ല് പതുക്കെ മുകളിലേക്ക് ഉയർത്തുക. ഇൻഹേൽ. പതുക്കെ മുകളിലേക്ക് ഉയർത്തുക. സാവധാനം താഴേക്ക്. എക്സേലിൽ ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ മുകളിലേക്ക് ഉയർത്തു. കണ്ണടച്ചുകൊണ്ട് ചെയ്യാം. ശ്വാസം വിട്ട് പതുക്കെ താഴേക്ക് കൊണ്ടുവരിക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ മുകളിലേക്ക് ഉയർത്തു. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴേക്ക് വരിക. റിലാക്സ്. മിനിമം 3 പ്രാവശ്യം ഈ വ്യായാമം ചെയ്യാം. ഇതിന് രണ്ടാമത്തെ ഭാഗം നമ്മൾ സൈഡിലേക്ക് കഴുത്തിനെ വളയ്ക്കുക. ആദ്യം ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ. ശ്വാസം വിടുമ്പോൾ നിങ്ങളുടെ വലത് ഭാഗത്തേക്ക് പതുക്കെ കഴുത്തിനെ വളയ്ക്കുക. സൈഡ് ബെൻഡിങ്. ശ്വാസം എടുത്തുകൊണ്ട് തല നേരെ കൊണ്ടുവരൂ. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് ഭാഗത്തേക്ക് വളയ്ക്കൂ. ശ്വാസം എടുത്തുകൊണ്ട് നേരെ കൊണ്ടുവരൂ. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് വലത് ഭാഗത്തേക്ക് വളയ്ക്കുക. സൈഡ് ബെൻഡിങ്. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരൂ. ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ ഇടത് ഭാഗത്തേക്ക് വളയ്ക്കൂ. ശ്വാസം എടുത്തുകൊണ്ട് നേരെ. ഇത് രണ്ടാമത്തെ വ്യായാമം. ശ്രദ്ധിക്കുക നെക്കിൻ്റെ. മൂന്നാമത്തത് 2 സൈഡിലേക്കും കഴുത്തിന് തിരിക്കുക. ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ. നിങ്ങളുടെ കഴുത്ത് താടിയെല്ല് വലത് ഷോൾഡറിലേക്ക് കൊണ്ടുപോകും. ശ്വാസം വിട്ടുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് നേരെ കൊണ്ടുവരൂ. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് ഇടത് ഭാഗത്തേക്ക് താടി ഭാഗം കൊണ്ടുപോകൂ. ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും മധ്യഭാഗത്തേക്ക് കൊണ്ടുവരൂ. ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും വലത് ഭാഗത്തേക്ക് താടിയെല്ല് കൊണ്ടുപോകുക. മധ്യഭാഗത്തേക്ക്. ഇനി 4ാമത്തെ വ്യായാമം കഴുത്തിനുള്ളത് റൊട്ടേഷനാണ്. ആദ്യം നമ്മുടെ നെക്ക് ഫ്രണ്ടിലേക്ക് ഒന്ന് ലൂസ് ചെയ്തിടും. അതിനുശേഷം നമ്മുടെ വലത് ഭാഗത്ത് കൂടെ ശ്വാസം എടുത്ത് കറക്കി ശ്വാസം വിട്ടുകൊണ്ട് ഇടത് ഭാഗത്ത് അവസാനിപ്പിക്കണം. തിരിച്ചതേപോലെ തന്നെ വിപരീതമായിട്ടും പ്രവർത്തിക്കണം. എല്ലാവരും ഒന്ന് കണ്ണടച്ച് നെക്കൊന്ന് താഴേക്ക് ലൂസാക്കിയിടൂ. ശ്വാസം എടുത്തുകൊണ്ട് വലതു ഭാഗത്ത് കൂടെ കറക്കൂ. ഇൻഹേൽ. തിരിച്ചു വരുമ്പോൾ എക്സേൽ. ഇനി ഇടത് ഭാഗത്ത് കൂടെ ഇൻഹേൽ. വലത് ഭാഗത്ത് കൂടെ അവസാനിപ്പിക്കും. എക്സേൽ. വീണ്ടും നമ്മുടെ വലത് ഭാഗത്ത് കൂടെ ചെയ്യും. ഇൻഹേൽ. തിരിച്ച് എക്സേൽ. പിന്നീട് ഇടത് ഭാഗത്ത് കൂടെ ഇൻഹേൽ. എക്സേൽ. നേരെ നിവർന്നിരിക്കൂ.
ഈ 4 വ്യായാമം ഗ്രീവസന്ധി എന്ന് പറഞ്ഞാൽ നെക്ക് ജോയിൻസ് ഉള്ളതാണ്. ഇത് നമ്മുടെ സ്പോണ്ടലൈറ്റിസ്, നെക്ക് പെയിൻ ഇതുപോലുള്ള പ്രോബ്ലം ഉള്ള ആളുകൾ ബ്രീത്തിങ്ങോടുകൂടി വളരെ ശാന്തമായിട്ട് ഒരു വ്യായാമം 5 തവണ, അപ്പോൾ താഴേക്ക് മുകളിലേക്ക് ബെൻഡിങ്, ട്വിസ്റ്റിങ്, റൊട്ടേഷൻ എല്ലാം 5 റൗണ്ട് ശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലത്തിനുള്ളൊരു ചികിത്സയും കൂടിയാണ്. ഇതിനെല്ലാവരും കൈയിൻ്റെ മുട്ട് മുന്നോട്ട് പരസ്പരം ടച്ച് ചെയ്യുന്ന രീതിയിൽ കൈയിൻ്റെ മുട്ടുകൾ ടച്ച് ചെയ്യും. ഇനി ശ്വാസം എടുത്തുകൊണ്ട് മുകളിലൂടെ പൂരകം രേചകത്തിൽ അവസാനിക്കുക. ശ്വാസം വിട്ടു വീണ്ടും ആവർത്തിക്കുക. പൂരകം രേചകം, വീണ്ടും പൂരകം രേചകം. സ്റ്റോപ്പ് ചെയ്യാം. ഇനി നേരെ വിപരീതമായിട്ട് താഴെ കൂടെ പൂരകം രേചകം, വീണ്ടും പൂരകം രേചകം, പൂരകം രേചകം. നമുക്ക് ഷോൾഡർ പെയിനൊക്കെ വരാതിരിക്കാനും ഉള്ളവർക്ക് ശാന്തമായി ബ്രീത്തിങ്ങോടുകൂടി ഇത് പ്രവർത്തിപ്പിച്ചാൽ നമ്മുടെ ഈ ഷോൾഡർ ജോയിൻറ്റിനെ നമുക്ക് നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്യാം. ഇനി 2 എണ്ണം നിന്നിട്ട് ചെയ്യേണ്ടതാണ്. 1 ഹിപ്പ് മൂവ്മെൻറ്റ്, 2 നീ മൂവ്മെൻറ്റ്. എല്ലാവരും എണീറ്റ് അതാത് സ്ഥലത്ത് അങ്ങനെ തന്നെ നിന്നാൽ മതി. എല്ലാവരും കൈ അരക്കെട്ടിന് വെച്ചോളൂ. ഈ വ്യായാമം ശരിക്കും ചെയ്യേണ്ടത് കാല് ഒരു 1 ഫീറ്റ് ഡിസ്റ്റൻസിൽ വെച്ചിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സ്പേസില്ല, കുഴപ്പമില്ല. ഇവിടുന്ന് സൈഡിലേക്ക് ഇങ്ങനെ പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ കൈ സെൻറ്ററിൽ സൈഡിൽ ഇവിടെ ഇടുപ്പിൽ വെച്ചോളൂ. എല്ലാവരും ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ നിങ്ങൾ വലത് ഭാഗത്തേക്ക് പൂർണ്ണമായിട്ടും അപ്പർ ബോഡി ട്വിസ്റ്റ് ചെയ്യാം. അരയ്ക്ക് മുകൾ ഭാഗം ശ്വാസം പുറത്തേക്ക് പോയി. ഇനി ശ്വാസം എടുത്തുകൊണ്ട് സെൻറ്ററിലേക്ക് വരാം. പൂരകം നേരെ ഓപ്പോസിറ്റ് രേചകം, പൂരകം സെൻറ്റർ, രേചകം റൈറ്റ് സൈഡ്, പൂരകം സെൻറ്റർ, രേചകം ലെഫ്റ്റ് സൈഡ്, പൂരകം സെൻറ്റർ. റിലാക്സ്, കൈ താഴേക്ക് ഇടാം. ഇത് മിനിമം ഒരു 5 പ്രാവശ്യം നമുക്ക് ചെയ്യാം. ഹിപ്പിന് പ്രോബ്ലം ഉള്ള ആളുകൾക്കും അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ വരുന്നവർക്കും ഇത് നന്നായിട്ട് ചെയ്യാവുന്നതാണ് വിത്ത് ബ്രീത്തിങ്. അടുത്തത് നീ ബെൻഡിങ് ആണ്. നമ്മളെല്ലാവരും ഞാൻ ശ്വാസം എടുക്കാൻ പറയുമ്പോൾ കൈ മുന്നോട്ട് നീട്ടണം. ശ്വാസം വിടുമ്പോൾ കാലിന് മുട്ടൊന്ന് ജസ്റ്റ് മടക്കിയിട്ടിരുന്നാൽ മതി, ഒന്ന് കസേരയിലിരിക്കുന്ന പോലെ. റെഡി? പൂരകം രേചകം, മുട്ട് മാത്രം, കൈ താഴുന്നില്ല. വീണ്ടും പൂരകം മുകളിലേക്ക്, രേചകം താഴേക്ക്, പൂരകം രേചകം, പൂരകം റിലാക്സ്. അപ്പോൾ ഈ 4 വ്യായാമമാണ് നമ്മൾ ചെയ്യേണ്ടത്. 4 പ്രധാനപ്പെട്ട സന്ധികൾ: കഴുത്ത്, ചുമൽ, അരക്കെട്ട്, മുട്ട്. ഈ പ്രധാനമായ 4 സന്ധികളെ ആദ്യം തന്നെ നമ്മൾ ചലിപ്പിക്കണം. ചലിപ്പിച്ചതിന് ശേഷം നമ്മുടെ എല്ലാ സന്ധികളും ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ യോഗാസനങ്ങളിലേക്ക് പോവാം. ഫസ്റ്റ് യോഗാസനം താടാസനം, ഒരു സ്ട്രെച്ചിങ് ആസനമാണ്. താടാസനം എന്ന് പറഞ്ഞാൽ പനമരം, ഒറ്റത്തടി വൃക്ഷത്തെ പോലെ നമ്മുടെ ശരീരത്തിന് മുകളിലേക്ക് സ്ട്രെച്ചിങ് ചെയ്യുക എന്നുള്ളതാണ്. കാലിൻ്റെ ഹീലൊന്ന് ഉയർത്തി ടോസിൽ ബാലൻസ് ചെയ്യുക, കണ്ണ് തുറന്ന് ചെയ്യുക, വീഴരുത്. നേരെ മുന്നോട്ട് നോക്കുക, ഒരു പോയിന്റിലേക്ക് നോക്കിയാൽ ഭംഗിയായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. റെഡി? എല്ലാവരും കൈ സൈഡിൽ ചേർത്ത് വയ്ക്കൂ. അപ്പോൾ ഞാൻ പൂരകം എന്ന് പറയുമ്പോൾ ശ്വാസം എടുക്കുകയാണ്, രേചകം എന്ന് പറഞ്ഞാൽ വിടുകയാണ്. ഇൻഹേൽ എക്സേലാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒപ്പം 2 വശങ്ങളിലേക്ക് കൈ ഉയർത്തുക. അപ്പോൾ നമ്മൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നേരെ മുന്നോട്ട് ഉയർത്തിയാൽ മതി. മുന്നോട്ട് കേട്ടോ. പൂരകം, ശ്വാസം പുറത്തേക്ക് വിടൂ. വീണ്ടും പൂരകം, 2 കൈയും തൊഴുതു പിടിക്കൂ. ശ്വാസം പുറത്തേക്ക് വിട്ടു. ഇനി എല്ലാവരും ഒപ്പം കാലിൻ്റെ ഹീൽ ഉയർത്തിയിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ഒരു 10 സെക്കൻഡ് സമയം നിൽക്കാം. റെഡി? പൂരകം 1 2 3 4 5 6 7 8 9 10. ശ്വാസം വിട്ട് മെല്ലെ വീണ്ടും ഹീല് ഗ്രൗണ്ടിൽ വെച്ചു. കൈ പതുക്കെ മുന്നിലൂടെ സാവധാനം വീണ്ടും താഴേക്ക് കൊണ്ടുവരാം. പൂർണ്ണമായിട്ടും ശ്വാസം പുറത്തേക്ക് പോയി. ജസ്റ്റ് റിലാക്സ്, കാലൊന്ന് അകറ്റി വയ്ക്കാം. റിലാക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് റിലാക്സ്. കാല് 1 ഫീറ്റ് ഡിസ്റ്റൻസിൽ വയ്ക്കുക, കണ്ണടച്ചൊന്ന് ചെയ്ത കാര്യം നോക്കുക. ഇതാണ് റിലാക്സ്, അത്രയേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ യോഗാസനം ചെയ്യുന്നത് വൃക്ഷാസനമാണ്. അത് ഒറ്റക്കാൽ ബാലൻസ്ഡ് ആസനമാണ്. എല്ലാവരും കാലുകൾ ചേർത്ത് വയ്ക്കൂ. നമ്മളെല്ലാവരും നമ്മുടെ വലത് കാല് മടമ്പ്
തുടയുടെ ഏറ്റവും മുകളിലേക്ക് കയറ്റി വയ്ക്കുക. കാൽപ്പത്തി താഴേക്ക്, മുട്ട് വലത്തോട്ട് തിരിഞ്ഞിരിക്കും നിങ്ങളുടെ. ഓക്കെ, പതുക്കെ വലതുകാല് നിങ്ങളുടെ വലതുകാല് കയറ്റി തുടയിൽ വെച്ച് ആ വലതുകാല് കൃത്യമായിട്ട് വലത്തോട്ട് തിരിഞ്ഞിരിക്കുന്നു. രണ്ട് കൈയും മുന്നിലേക്ക് ഉയർത്തു. മുന്നിലേക്ക് ആ പതുക്കെ മുകളിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തോടെ നോക്കൂ. നേരെ മുന്നിലേക്ക് നോക്കൂ. കണ്ണടയ്ക്കാതിരിക്കൂ. വെരി ഗുഡ്. പതുക്കെ ഒരു ശ്വാസം എടുക്കൂ. ശ്വാസം വിട്ട് മെല്ലെ കൈ മുന്നിലൂടെ, ശ്വാസം വിട്ട് മെല്ലെ മുന്നിലൂടെ. സൈഡിലേക്ക് കൈ ഉയർത്തണ്ട, സ്ഥലമില്ലാത്തതുകൊണ്ട്. സാവധാനം നിങ്ങളുടെ വലത് കാല് താഴെ ഇറക്കി വയ്ക്കാം. ഇതേപോലെ അടുത്ത കാലിനും ചെയ്യണം. രണ്ട് ഭാഗത്തും യോഗാസനങ്ങൾ അഭ്യസിക്കണം. ഇനി ഇടത് കാല് കയറ്റി വയ്ക്കൂ. മടമ്പ് മേളിലേക്കും പത്തി താഴേക്കും. കാലിൻ്റെ മുട്ട് കറക്റ്റ് ഇടത് വശത്തേക്ക്. കയ്യ് ശ്വാസം കൊണ്ട് പതുക്കെ മുന്നിലൂടെ മുഴുവനായും മുകളിലേക്ക് കൈവെള്ളകൾ ചേർത്ത് നല്ലപോലെ സ്ട്രെച്ച്. നിങ്ങളുടെ കൈയിൻ്റെ മുട്ടൊക്കെ നിവർന്ന് മുഖം പ്രസന്നമാക്കി വളരെ സന്തോഷപൂർവ്വം നമ്മൾ ആ പോസ്റ്ററിൽ നിൽക്കാം. നോർമൽ ബ്രീത്തിങ് ആവാം. എത്ര സമയം നിൽക്കാൻ സാധിക്കുമോ അത്രയും നമുക്ക് ഏകാഗ്രതയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഏകാഗ്രമായ ഒരു മനസ്സ് അത് നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കൂ. ശ്വാസം വിടുമ്പോൾ പതുക്കെ കൈകൾ മുന്നിലേക്ക്, അവിടുന്ന് വീണ്ടും മെല്ലെ താഴേക്ക് കൊണ്ടുവരാം. അതിനുശേഷം നിങ്ങളുടെ ഇടത് കാല് പതുക്കെ താഴെ ഇറക്കി വെച്ച് 1 ഫീറ്റ് അകലത്തിൽ നിന്ന് ഒന്ന് കണ്ണടച്ച് വൃക്ഷാസനം മനസ്സിലൊന്ന് വിചാരിച്ചു. ഇത് രണ്ടാമത്തെ ആസനം. ഇനി എല്ലാവരും വീണ്ടും കാലുകൾ കൂട്ടിച്ചേർക്കൂ. അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു ഫോർവേഡ് ബെൻഡ് ആസനം, പാദഹസ്താസനം. പാദവും ഹസ്തവും ചേർത്ത് നിങ്ങളുടെ മുഖം പൂർണ്ണമായിട്ടും കാലിൻ്റെ മുട്ടിൽ ടച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും മുന്നിലൂടെ ശ്വാസം എടുത്തിട്ട് പതുക്കെ കൈ മുകളിലേക്ക് ഉയർത്തു. നല്ലോണം സ്ട്രെച്ച് ചെയ്യൂ ബോഡി. ഒന്ന് കൈ തിരിച്ച് താടി മുകളിലേക്കാക്കി മുട്ട് മടങ്ങാതെ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യൂ. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യൂ. നിങ്ങളുടെ കൈവെള്ളകൾ പൂർണ്ണമായും ഭൂമിയിൽ തൊടട്ടെ. നിങ്ങളുടെ വയറിൻ്റെ അടിഭാഗം മുതൽ നെറ്റിഭാഗം വരെ കാലിനോട് കൂടിച്ചേരണം. നോർമൽ ബ്രീത്തിങ്. പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരൂ. പോയ അതേ മാർഗം അതേപോലെ തിരിച്ച് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. ദീർഘശ്വാസം. ഇനി കൈകൾ മാത്രം കൈ മുന്നിലൂടെ മാത്രം താഴേക്ക്. ഓക്കെ, താഴെത്തി കഴിഞ്ഞാൽ ഒന്ന് കണ്ണടച്ച് കാലകറ്റി ഒന്ന് റിലാക്സ് ചെയ്യാം. ശരിയായ മുന്നിലേക്കുള്ള ശരീരത്തിൽ നട്ടെല്ല് പൂർണ്ണമായിട്ട് മുന്നോട്ട് വളച്ചിരിക്കുകയാണ്. വയറ് കംപ്ലീറ്റ് ഉള്ളിലേക്ക് സങ്കോചിക്കും. കാലിൻ്റെ മുട്ടുകളും കാലിൻ്റെ മസിലുകളും എല്ലാം നല്ല സ്ട്രെച്ചിങ് ചെയ്യും. നട്ടെല്ലിന് ഏറ്റവും കൂടുതൽ ശക്തീകരണം സംഭവിക്കുന്നു. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അടിസ്ഥാനം നട്ടെല്ലാണ്. നട്ടെല്ലിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിച്ചാൽ നമ്മുടെ ആരോഗ്യവും പ്രായമില്ലാതെ നിലനിർത്താൻ വേണ്ടി കഴിയും. ഇതിൻ്റെ വിപരീതമായ ആസനവും നിങ്ങൾ ചെയ്യണം. മുന്നിലേക്ക് ചെയ്ത പോലെ തന്നെ പിന്നിലേക്കും. അതിൻ്റെ പേരാണ് അർദ്ധചക്രാസനം, ഹാഫ് വീൽ പോസ്റ്റർ. എല്ലാവരും കാല് ചേർത്ത് വയ്ക്കൂ. 2 കൈകളും നേരെ നിതംബത്തിൻ്റെ മുകളിലായി 2 ഹിപ്പ് ജോയിൻറ്റിലും നമ്മുടെ റിസ്റ്റ് വരുന്ന രീതിയിൽ വെച്ച് അമർത്തി വെച്ചോളൂ. കൈയിൻ്റെ എൽബോസ് ബാക്കിലേക്ക് ക്ലോസ് ചെയ്യൂ. വയറുള്ളിലേക്ക് വലിഞ്ഞ് നെഞ്ച് പുറത്തേക്ക് തള്ളപ്പെടട്ടെ. മുഖം പ്രസന്നമാക്കൂ. കണ്ണുകൾ അടയ്ക്കുക. ആരെങ്കിലും ഹൈ BP ഉള്ളവർ ശ്രദ്ധിക്കുക. പിന്നിലേക്ക് വളയാതിരിക്കാം, അല്ലെങ്കിൽ അധികം നേരം നിൽക്കാതിരിക്കാം. ശ്രദ്ധിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ പിന്നിലേക്ക് വളയണം കേട്ടോ. പൂരകം മെല്ലെ. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടൂ. അവിടെ നിന്നുകൊണ്ട് ബെൻഡിങ്ങിൽ ശ്വാസം പുറത്തേക്ക് വിടൂ. ഇനി ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ തിരിച്ചു വരിക. ഫുൾ ബ്രീത്തിങ് ഹെല്ല്. സാവധാനം ശ്വാസം വിട്ട് കൈ താഴേക്ക് കൊണ്ടുവരിക. കാലം അകറ്റി വെച്ച് റിലാക്സ് ചെയ്യുക. എല്ലാവരുടെ വലത് കാൽപ്പത്തി വലത്തോട്ട് 90 ഡിഗ്രി തിരിക്കൂ. നേരെ മുന്നിലേക്ക് നോക്കിക്കൊണ്ട് പതുക്കെ ശ്വാസം വിട്ട് വലത് ഭാഗത്തേക്ക് കൈയിൻ്റെ അഗ്രഭാഗം നിലത്ത് മുട്ടിക്കൂ. എന്നിട്ട് നിങ്ങൾ ഇടത് കൈയിൻ്റെ ഉള്ളിലേക്ക് നോക്കൂ. ട്രയാങ്കിൾ, ത്രികോണം. കൃത്യമായിട്ട് കൈ നിവർന്നിരിക്കട്ടെ. മുകളിലേക്ക് താഴേക്ക് ഒരു പ്ലെയിൻ ചെരിഞ്ഞ് നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യണം. നോർമൽ ബ്രീത്തിങ്. അബ്ഡമൻ ക്ലോസ് ചെയ്യൂ. പതുക്കെ താഴേക്ക് നോക്കൂ. ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു നിൽക്കൂ. മെല്ലെ ഉയർന്നു വരാം. ഈ കൈകൾ മെല്ലെ താഴേക്ക് കൊണ്ടുവരൂ. ആ വലത് കാൽപ്പത്തി വീണ്ടും തിരിച്ചു നിർത്തുക. ഇനി എല്ലാവരും ഇടത് കാൽപ്പത്തി 90 ഡിഗ്രി തിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കുക.
ബാക്ക് പെയിനൊക്കെ ഉള്ളവർക്ക് ചെയ്യേണ്ട ഒരു ആസനമാണ്. അതുകൊണ്ട് ആ കാൽപ്പത്തി ശരിക്ക് തിരിച്ചു വയ്ക്കുക. കൈ 2 സൈഡിലേക്ക് കൃത്യമായിട്ട് വലിച്ചു പിടിക്കൂ. ഇനി മെല്ലെ നേരെ മുന്നോട്ട് നോക്കിയിട്ട് നിങ്ങൾ സൈഡിലേക്ക് കൃത്യമായിട്ട് ബെൻഡ് ചെയ്ത് താഴെ കൈ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസം എടുത്ത് മുകളിലേക്ക് നോക്കുക. നോർമൽ ബ്രീത്തിങ്. അബ്ഡമൻ ക്ലോസ് ചെയ്യൂ. കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ള ആളുകൾക്ക് റെഗുലറായിട്ട് ചെയ്യേണ്ടതാണ്. കാലിന് ശക്തിക്കുറവുള്ള ഒരു ദിവസേന ചെയ്യേണ്ടതാണ്. ശ്വാസം എടുത്തുകൊണ്ട് താഴേക്ക് നോക്കി നേരെ എണീക്കൂ. ശ്വാസം വിട്ട് പതുക്കെ കൈ താഴ്ത്തുന്നു. നിങ്ങളുടെ ഇടത് കാല് തിരിച്ച് വീണ്ടും പൂർവ്വസ്ഥിതിയിൽ. അപ്പോൾ താടാസനം, വൃക്ഷാസനം, പാദഹസ്താസനം, അർദ്ധചക്രാസനം, ത്രികോണാസനം, ഈ 5 യോഗാസനങ്ങളുമാണ് നമ്മൾ നിന്നുകൊണ്ട് ചെയ്യേണ്ടത്. ഓർക്കുക, മറക്കരുത്. ഇതെല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഓരോ യോഗാസനങ്ങളും വ്യത്യസ്തമായ ഗുണങ്ങളാണ് നമുക്ക് നൽകുന്നത്. ത്രികോണാസനമൊക്കെ നടുവേദന ഉള്ളവർക്ക്, കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക്, പരന്ന കാൽപാദമുള്ളവർക്ക്, അതേപോലെ ഭാവിയിൽ നമുക്ക് മൈഗ്രെയിൻ പോലുള്ള അസുഖം വരാതിരിക്കാൻ, ഇയർ ബാലൻസ് പ്രോബ്ലം വരാതിരിക്കാനൊക്കെ റെഗുലറായിട്ട് ചെയ്യാം. സൈഡിലേക്ക് നിന്നുകൊണ്ട് ശരിക്കും നിങ്ങൾ പ്രാണായാമം അനുഷ്ഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഇയർ ബാലൻസ് പ്രോബ്ലം ഒരിക്കലും ഭാവിയിൽ നമുക്ക് സംഭവിക്കാതിരിക്കാനുള്ള ശക്തി നമുക്ക് നേടാൻ സാധിക്കും. ത്രികോണം ശരിക്കും മുകളിലേക്ക് നമ്മുടെ ലക്ഷ്യമാണ് നമ്മൾ കാണുന്നത്. ത്രികോണത്തിൽ ലക്ഷ്യം കാണണം. നിങ്ങൾ ആരാവാൻ ഉദ്ദേശിക്കുന്നു അതിവിടെ കാണാൻ പറ്റണം. അത്രയും ഏകാഗ്രമായിട്ട് അനുഷ്ഠിക്കുക. ഭദ്രാസനം, ഭദ്രം, പേര് പോലെ തന്നെ ഭദ്രം, വളരെ പ്രധാനപ്പെട്ട 3 ആസനങ്ങളിൽ ഒന്നാണ് ഭദ്രം. ഭദ്രാസനം, ബട്ടർഫ്ലൈ എന്നുള്ള എക്സസൈസ് നമ്മൾ ചെയ്യാറുണ്ട്. യെസ്, മടമ്പ് മാക്സിമം നമ്മുടെ അടുത്തേക്ക് വരണം, തുടക്കടുത്തേക്ക് വരണം. 2 കാലും ചിറക് പോലെ നിൽക്കില്ല, ഭൂമിയിൽ സ്പർശിക്കും. ഒരിക്കലും നമ്മുടെ യൂട്രസിൽ റിമൂവ് ചെയ്യേണ്ടി വരില്ല. ഈ ആസനം റെഗുലർ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് സധൈര്യം പറയാൻ പറ്റും. വളരെ സിമ്പിളായിട്ടിരിക്കുക, മുഖം പ്രസന്നമാക്കുക, അബ്ഡമൻ ക്ലോസ് ചെയ്യുക, അരക്കെട്ട് ലൂസാക്കൂ. എത്ര സുഖമായിട്ടിരിപ്പ് നോക്കൂ. കാലുകളെ മുന്നോട്ട് നിവർത്തൂ. യെസ്, കാല് ചേർത്ത് വെച്ച് എല്ലാവരും വജ്രാസനത്തിലേക്ക് വരണം. ഇരുന്നിട്ടുള്ള 2ാമത്തെ ആസനം. വലത് കാല് പിറകിലേക്ക് ഫോൾഡ് ചെയ്യുക. അതിൻ്റെ ഹീലിരുന്നു കൊണ്ട് ഇടത് കാല് 2 കാലിൻ്റെയും ഹീലിൽ നിങ്ങൾ സുഖമായിട്ടിരിക്കും. നിങ്ങളുടെ ബട്ടക് സൈഡ് ഹീലിൽ അമർന്നിരിക്കും. മുട്ടുവേദനയുള്ളവർ ഒഴിവാക്കുക. മുട്ടുവേദനയുള്ളവർ ഒഴിവാക്കുക. അവർ സാധിക്കുന്ന പോലെ ഇരിക്കുക. 2 കൈകളും കാലിൻ്റെ മുട്ടിൽ കമിഴ്ത്തി വയ്ക്കൂ. ഇതൊരു ധ്യാനാസനമാണ്. യോഗാസനങ്ങളിൽ ഒരു സെക്ഷനാണ് ധ്യാനാസനം. ധ്യാനം, പ്രാണായാമം തുടങ്ങിയ പ്രാർത്ഥനയൊക്കെ ചെയ്യാൻ ഏറ്റവും നല്ല ഒരു സിറ്റിംഗ് പോസ്റ്റർ ആസനം. ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒക്കെ ചെയ്യാം. ഇതിന് സമയവും നേരവും ഒരു തരത്തിലുള്ള വ്യവസ്ഥകളുമില്ലാതെ എപ്പോഴും നമുക്ക് അനുഷ്ഠിക്കാവുന്ന ആസനം. കണ്ണടയ്ക്കൂ. ഒരു ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ. വളരെ മെല്ലെ നിങ്ങൾ പുറത്തേക്ക് വരൂ. ശ്വാസം വിട്ട് നിങ്ങളുടെ വയറുള്ളിലേക്ക് സങ്കോചിക്കണം. നെഞ്ചിൻ കൂട് പതുക്കെ വികസിക്കണം. ഹാർട്ടും ലങ്സൊക്കെ പതുക്കെ വികസിക്കണം. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ. സാവകാശം പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഇരുന്നു കൊണ്ട് ചെയ്യുന്നതാണ് വജ്രാസനം. ഒരിക്കലും നമുക്ക് ആരോഗ്യ സംബന്ധമായ ഒരു വിഷയങ്ങളും ബാധിക്കില്ല. നട്ടെല്ലിലൂടെയുള്ള ശക്തീകരണം ശരിയായ രീതിയിൽ നടക്കും. കുണ്ടലിനി മുതൽ നമ്മുടെ സഹസ്രാര പത്മം വരെയുള്ള എല്ലാ ചക്രങ്ങളും കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ദഹന സംബന്ധമായ പ്രശ്നമുള്ളവർ ഈ വജ്രാസനത്തിൽ ഇരിക്കുക. വയറ് നിറഞ്ഞു പോയി ഇനി എന്ത് ചെയ്യണം, അസ്വസ്ഥ അനുഭവിക്കണം. വെറും 3 മിനിറ്റ് വജ്രാസനം ഇരുന്നാൽ വളരെ ശാന്തമായ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയും. ഇനി എല്ലാവരും കാലിൻ്റെ മുട്ടുകുത്തി നിൽക്കുക. അടുത്ത യോഗാസനം അർദ്ധ ഉഷ്ട്രം, പകുതി ഒട്ടകത്തെ പോലെ. ഒട്ടകത്തിൻ്റെ പുറത്തുള്ള ഹമ്പ് എങ്ങനെയാണോ അതേപോലെ നമ്മുടെ നെഞ്ചിൻ കൂടിനെ കൊണ്ടുവരിക. എല്ലാവരും കൈ ബാക്കിലേക്ക് സപ്പോർട്ട് കൊടുക്കൂ. കൈൻ്റെ മുട്ടുകൾ അടുത്താൽ നിങ്ങളുടെ വയറ് നിവരും, നെഞ്ച് നിവരും. ഇനി ശ്വാസം എടുത്തുകൊണ്ട് പറയുന്നത് കേട്ടിട്ട് ചെയ്യുക. മെല്ലെ ബാക്കിലേക്ക് ബെൻഡ് ചെയ്യണം. ശ്വാസം അവിടെ വെച്ചിട്ട് പുറത്തേക്ക് വിടണം. പിന്നീട് ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരണം. വെയിറ്റ് പൂർണ്ണമായും 2 കാൽമുട്ടിൽ മാത്രം, അല്ലെങ്കിൽ ബാക്കിൽ പെയിൻ നമുക്ക് അപ്പം തന്നെ വരും. റെഡി? എല്ലാവരും കണ്ണടച്ചോളൂ. മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ബാക്കിലേക്ക് നട്ടെല്ല് മാത്രം വളയ്ക്കൂ. നെക്ക് ലൂസാക്കാം. നെക്കിന് സ്ട്രെയിൻ കൊടുക്കരുത്. നെക്ക് ലൂസാക്കാം. ഇനി ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ നിവർന്നു വരൂ. ശ്വാസം മെല്ലെ പുറത്തേക്ക് വിടൂ. കൈകൾ നിങ്ങൾ താഴേക്ക് കൊണ്ടുവരും. അടുത്ത യോഗാസനം ശശാങ്കാസനം. കാലിൻ്റെ മുട്ടിലേശം അകറ്റി വെച്ചോളൂ.
ലേശം, കുറച്ച് ചെറിയ അകലം, കൂടുതൽ വേണ്ട. കൂടുതൽ വന്നാൽ ആസനം മാറും. ചെറിയൊരു അകലം, വയറ് തടസ്സമില്ലാതിരിക്കാൻ. എല്ലാവരും കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തു. കൈ രണ്ട് തൊഴുത് പിടിച്ചോളൂ, എന്നിട്ട് വലിച്ചോളൂ. താടി ഒന്ന് ഉയർത്തു, കണ്ണടച്ചോളൂ. അങ്ങനെ മുന്നിലേക്ക് ഒരു മുയൽ നമസ്കരിക്കുന്ന പോലെ നമസ്കരിക്കൂ. മെല്ലെ നമസ്കരിക്കൂ, വളരെ മെല്ലെ, വളരെ മെല്ലെ. ആ നോക്കൂ, സാധാരണ ഇതൊരു റിലാക്സ് ആണ്. നോർമൽ ബ്രീത്തിങ്ങിൽ ശാന്തമായി കിടക്കൂ. കണ്ണടച്ച് നിങ്ങളുടെ മുഖത്തേക്കും കണ്ണുകളിലുമെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ നിങ്ങൾ ആസ്വദിക്കുക. ഉദരഭാഗത്തെ പൂർണ്ണമായിട്ടും സങ്കോചിക്കുക. ശ്വാസം കൊണ്ട് മെല്ലെ നിങ്ങൾ തിരിച്ചെണീക്കണം. പൂരകം, കൈ മുകളിലേക്ക് സ്ട്രെച്ചിങ് ചെയ്യണം. നന്നായിട്ട് വലിച്ചു പിടിച്ചതിന് ശേഷം സാവധാനം നിങ്ങളുടെ രണ്ട് കൈകളും താഴേക്ക് കൊണ്ടുവരിക. ഇനി എല്ലാവരും നമ്മുടെ കാലിൻ്റെ മുട്ട് പരമാവധി അകറ്റി വയ്ക്കൂ. നിങ്ങൾക്ക് എത്ര കാലിൻ്റെ മുട്ട് മാത്രം, കാൽമുട്ട് മാത്രം. ഹീലുകൾ ബാക്കിൽ ചേർന്നിരിക്കുന്നു, മുട്ടുകൾ മാക്സിമം അകന്നിരിക്കുന്നു. നോക്കൂ, ഊർദ്ധമണ്ഡൂകാസനം, ഉയർന്നിരിക്കുന്ന ഒരു തവള. രണ്ട് കൈ നേരെ മുകളിലേക്ക് ഉയർത്തു. ശ്വാസം എടുത്തിട്ട് രണ്ട് കൈകളും ഇതുപോലെ ക്രോസ് ചെയ്യൂ. നേരെ മുട്ടുമടക്കി ബാക്കിൽ രണ്ട് ഷോൾഡർ ബോൺസും നിങ്ങൾ കൈവെള്ള കൊണ്ട് പിടിക്കണം. എന്നിട്ട് താടി നിവർത്തി നിങ്ങളുടെ തലയുടെ പിൻഭാഗം കൈയിലേക്ക് ചാരി ഒരു കസേരയിലിരിക്കുന്ന പോലെ നിങ്ങളുടെ താടി ഉയർന്നിരിക്കും, കണ്ണുകൾ അടഞ്ഞിരിക്കും, കഴുത്തിന് നല്ല ഒരു ബാക്ക് സപ്പോർട്ട്. നോക്കൂ, ഒരു കസേരയിലിരിക്കുന്ന പോലെ. സെർവിക്കൽ ജോയിൻസ് കംപ്ലൈൻ്റ് ഉള്ളവർ, സ്പോണ്ടിലൈറ്റിസിൽ കോളറിട്ട് കിടക്കുന്നവർ ഈ ആസനത്തിൽ ഇരുന്നാൽ മതി. ഷോൾഡർ പെയിൻ ഉൾപ്പെടെ എല്ലാം ക്ലിയർ. മെല്ലെ ശ്വാസം എടുത്തിട്ട് കൈ മുകളിലേക്ക് ഉയർത്തു. നല്ലോണം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കൂ. ശ്വാസം വിട്ട് കണ്ണടച്ച് മെല്ലെ കൈ താഴേക്ക് കൊണ്ടുവരും. താഴേക്ക്. ഓക്കെ, നിങ്ങൾ കൈ വലിച്ചുകൊണ്ട് കാല് പതുക്കെ കൂട്ടിച്ചേർക്കൂ. നമുക്ക് ശരിക്കും യോഗാസനം പഠിക്കണം എന്നുള്ളത് കൊണ്ട് ഇടത്തോട്ട് ചെരിഞ്ഞ് വലതുകാല് മാത്രം നിവർത്തൂ. വജ്രാസനം തിരിച്ചു വരിക. ഇടത്തോട്ട് ചെരിഞ്ഞ് വലതുകാല് ആദ്യം നിവർത്തുക, എന്നിട്ട് വലത്തോട്ട് ഇറങ്ങിയിരിക്കുക, പിന്നീട് ഇടതുകാല് നിവർത്തുക. ഇനി സിറ്റിങ്ങിൽ ലാസ്റ്റ് ആസനം വക്രാസനം, ഒരു ട്വിസ്റ്റിംഗ്, ഒരു പിരിക്കുന്ന ആസനം. നമ്മുടെ നട്ടിലിൻ്റെ ഏറ്റവും താഴത്തെ പോയിന്റ് മുതൽ കഴുത്തിൻ്റെ പിൻഭാഗം വരെ ഇത് എഫക്റ്റീവാണ്. സ്പൈൻ ട്വിസ്റ്റിംഗ് ആസനം. എല്ലാവരും കൈ ഇങ്ങനെ വയ്ക്കൂ, കാല് നിവർത്തി ചേർത്ത് വെച്ചോളൂ. കാൽ വെള്ളം നിവർന്നിരിക്കട്ടെ. ഇനി എല്ലാവരും നിങ്ങളുടെ വലത് കാൽമുട്ട് പതുക്കെ മടക്കൂ. മുട്ട് മുകളിലേക്ക്, മുട്ട് നേരെ റൂഫിലേക്കാണ് കേട്ടോ, റൂഫിലേക്ക്. നിങ്ങളുടെ വലത് കൈ അതിന് പാരലായിട്ട് ബാക്കിൽ തിരിച്ചു വയ്ക്കൂ. ഒരു ഗ്രൗണ്ട് സപ്പോർട്ട്. നിവർന്നിരിക്കണം, ചെരിഞ്ഞിരിക്കരുത്. കൈ വെച്ചിരിക്കണം വെറും ഒരു സപ്പോർട്ടിങ് മാത്രമാണ്. ഇനി നിങ്ങളെല്ലാവരും നിങ്ങളെ ഇടത് കൈ മുകളിലേക്ക് ഉയർത്തു. ആ ഇടത് കൈ ശ്വാസം വിട്ട് നേരെ ഈ വലത് കാലിനെ ലോക്ക് ചെയ്ത് കാലിൻ്റെ പത്തി പിടിച്ച് നേരെ ശ്വാസം എടുത്ത് ബാക്കിലേക്ക് നോക്കൂ. അരയ്ക്ക് മുകൾ ഭാഗം പൂർണ്ണമായിട്ട് തിരിയണം. നിങ്ങളുടെ അബ്ഡമൺ മുതൽ അപ്പർ സൈഡ് കംപ്ലീറ്റ് ട്വിസ്റ്റിംഗ് പോസ്റ്ററിലാണ്. ഏറ്റവും ബാക്കിലേക്ക് ലോങ് സൈറ്റ്. ശ്വാസം സാധാരണ പോലെ ആക്കൂ. എത്ര ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇരിക്കാനും ശ്വാസം ചെയ്യാനും സാധിക്കുമോ അത് പൂർണ്ണമായിട്ടും ഇവിടെ നിങ്ങളത് ഫോളോ ചെയ്യുക. വയറ് കംപ്ലീറ്റ് അടിഭാഗം സങ്കോചിക്കണം. വയറടക്കം പിരിഞ്ഞിരിക്കും. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നേരെ മുന്നോട്ട് നോക്കി കൈ മുകളിലേക്ക് ഉയർത്തു. ഇടത് കൈ മുകളിലേക്ക് ഉയർത്തി ശ്വാസം എടുക്കണം. ഇനി ആ കൈ താഴെ വെക്കൂ. ഈ വലത് കൈ തിരിച്ചുകൊണ്ട് വലത് കാല് നിവർത്തൂ. വൺ സൈഡ് ഓക്കെ. ഇനി പതുക്കെ ഇടത് കാല് മടക്കൂ. ഇടത് കൈ നേരെ ബാക്കിൽ സപ്പോർട്ട് കൊടുക്കൂ. ഞാൻ പറയാം, പറഞ്ഞിട്ട് ചെയ്യാം. ഇനി വലത് കൈ പതുക്കെ ശ്വാസം കൊണ്ട് മുകളിലേക്ക് ഉയർത്തു. ഒന്ന് തിരിഞ്ഞ് ഇടത് കാലിനെ പൂർണ്ണമായിട്ട് നിങ്ങൾ കവർ ചെയ്യാം. കാൽപ്പത്തി പിടിക്കാം. നേരെ ശ്വാസം എടുത്തുകൊണ്ട് ബാക്കിലേക്ക് മാക്സിമം അപ്പർ സൈഡ് ട്വിസ്റ്റ് ചെയ്യണം. വയറൊക്കെ ഇടത് ഭാഗത്തേക്ക് വരും. നെഞ്ച്, ഷോൾഡർ മാക്സിമം ബാക്കിലേക്ക് മാറി നിൽക്കണം. ഷോൾഡർ ദൂര കാഴ്ചയിൽ നിങ്ങൾ ഉച്ഛ്വാസം ചെയ്യൂ. ശ്വാസം കൊണ്ട് പതുക്കെ നിങ്ങൾ മുന്നോട്ട് തിരിയൂ. പതുക്കെ മുന്നോട്ട് തിരിഞ്ഞ് കൈ മുകളിലേക്ക് ഉയർത്തണം. തിരിഞ്ഞിരിക്കുന്ന ശരീരം ഉയർത്തി പിന്നെ മെല്ലെ കൈ താഴെ വെക്കുക. സാവധാനം നിങ്ങൾ ഇടത് കൈ തിരിച്ച് ഇടത് കാല് നിവർത്തുക. ഇതാണ് സിറ്റിംഗ് ആസനം.
ഇനി ഇതിൽ പറയുന്നതൊക്കെ തന്നെ കിടന്നുകൊണ്ട് ചെയ്യേണ്ട ആസനങ്ങളാണ്. വേണ്ടത്ര നമുക്ക് സ്പേസും ഇവിടെ ഇല്ലാത്തതാണ്. നമ്മൾ ഈ പ്രോട്ടോക്കോൾ എല്ലാവർക്കും നെറ്റിലൂടെ കിട്ടും. ഇവിടെ വെച്ച് നമുക്കൊരു ബേസിക് ആസനങ്ങളുടെ ലൈൻ കിട്ടിയിരിക്കുകയാണ്. ഈ ആസനങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ പരിശീലിക്കുക. നിത്യവും പരിശീലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ മാറ്റം നമ്മളിലുണ്ടാവും. ശരീരം, പ്രാണൻ, മനസ്സ് ഇത് പൂർണ്ണമായിട്ട് ചേർന്നാൽ മാത്രമേ ഒരു യോഗാസനത്തിൻ്റെ പൂർണ്ണത നമുക്ക് കൈവരിക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രം മാധവേട്ടൻ ഇവിടെ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നുണ്ടാവും. ശ്രദ്ധിക്കുക. പ്രാണായാമം 1-2 ചെയ്യുന്നുണ്ടാവും. എല്ലാവരും നേരെ നിവർന്നിരിക്കൂ, കാല് മടക്കൂ. മാധവേട്ടൻ റെഡി ആകുമ്പോഴേക്കും നമുക്കൊരു പ്രാണായാമം അതിനിടയ്ക്ക് ചെയ്യാം. റെഡി? നിവർന്നിരുന്നോളൂ. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ, പതുക്കെ പുറത്തേക്ക് വിടൂ. കപാലഭാതി പ്രാണായാമമായിട്ടാണ് പറയുന്നത്. പക്ഷേ യോഗയിൽ ഷഡ്ക്രിയയിൽ ഒന്നാണ് ശുദ്ധിക്രിയ. നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കുന്ന ഒരു ഷഡ്ക്രിയയിൽ ഒന്നാണ്. പ്രത്യേകിച്ച് തലച്ചോറിലേക്കുള്ള രക്തത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ശ്വാസം പുറത്തേക്ക് മാത്രമേ നമുക്ക് വിടണ്ടൂ, ഉള്ളിലേക്ക് വലിക്കാൻ പാടില്ല. ഇവിടെ നോക്കൂ, ആദ്യം നമ്മൾ തീരെ ചെയ്യാത്ത ആളുകൾ മൂക്കിലൂടെ പുറത്തേക്ക്, ഇതാണ് ഇതിൻ്റെ സ്ഥിതി. ഓക്കെ, കുറച്ചുകൂടെ പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ശക്തമായിട്ടും ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കും. ആദ്യകാലങ്ങളിൽ 20 എണ്ണം, 1 സെക്കൻഡിൽ 1 എണ്ണം, അത് കഴിഞ്ഞാൽ 30, 40, പിന്നെ 1 മിനിറ്റിൽ 60 എണ്ണം. ഇതാണ് അതിൻ്റെ വേഗത. എത്ര സമയം ചെയ്താലും അത്രയും സമയം നിങ്ങൾ റിലാക്സ് ചെയ്യണം. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ. റെഡി? നിവർന്നിരിക്കൂ. കപാലഭാതി സ്റ്റാർട്ട്. സ്പീഡ് കൂട്ടരുത്. സ്റ്റോപ്പ് ചെയ്യുക. കണ്ണ് തുറക്കാതെ കംപ്ലീറ്റ് ശ്വാസം പുറത്തേക്ക് പോയിരിക്കുന്നു. നന്നായിട്ട് കപാല ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ശ്വാസമേ വേണ്ടാ തോന്നും. അങ്ങനെ കുറേ സമയം ഉച്ഛ്വാസം ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. യോഗ ഒരു പ്രാണ നിയന്ത്രണം കൂടിയാണ്. നാച്ചുറലായിട്ടുള്ള ഒരു പ്രാണൻ്റെ കൺട്രോൾ കപാലഭാതി കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക. നന്നായിട്ട് ചെയ്യുക. അമിതമായിട്ട് ചെയ്താൽ കപാലഭാതി നമ്മുടെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകും, ഉറക്കവും വരും. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ പരിശീലിച്ച് വേണം അതിൻ്റെ കൂടുതൽ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട്. മയൂരാസനം, മയിലിനെ പോലെ ഇരിക്കുന്നു. അത് പത്മാസനത്തിൽ ചെയ്യുന്നു. വല്ല പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. കാല് അതിൻ്റെ വഴിക്ക് വരുന്നു, ശരീരം കറക്റ്റ് ബാലൻസ് ആക്കുന്നു. ഇതേപോലെ തന്നെ അതിൽ ഭുജംഗാസനവും ചെയ്യുന്നു. രണ്ട് കാലുകളും അകറ്റി സമകോണാസനമെന്നും ഭൂം നമാസനമെന്നും. ഇത് സമകോണാസനത്തിൽ ജാനുശീർഷാസനം, പരിവൃത ജാനുശീർഷാസനം. സമകോണാസനത്തിൽ ഇരുന്നു കൊണ്ട് ഭൂമിയെ നമസ്കരിക്കുന്നു. പാദത്തെ 2 കൈ കൊണ്ട് പിടിക്കുന്നു. ഏകപാദ ശീർഷാസനം, അതിൽ ബാലൻസിങ് ചെയ്യുന്നു. ഉദ്ധിത ഏകപാദ ശീർഷാസനം. രണ്ട് കാലിലും ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നു. ദ്വിപാദ ശിരാസനം, അതിൽ ഉദ്ധിതാവസ്ഥയിലേക്ക് എത്തുന്നു. യെസ്, നമ്മുടെ 72 വയസ്സായ മാധവേട്ടനെ എല്ലാവരും അഭിനന്ദിക്കുക. നാഡീശുദ്ധി പ്രാണായാമം. എല്ലാവരും ഇടത് കൈ ചിന്മുദ്രയിലും വലത് കൈ ഇതാ ഇങ്ങനെ
ചൂണ്ടുവിരൽ നടുവിരൽ മടക്കി, മോതിരവിരൽ പുറത്തേക്ക് നിൽക്കുന്നു, പെരുവിരൽ പുറത്തേക്ക്. എല്ലാവരും നിങ്ങളുടെ വലത് മൂക്ക് അടയ്ക്കണം. പെരുവിരൽ കൊണ്ട്, വലത് കൈ ഉപയോഗിക്കാൻ പാടുള്ളൂ. പെരുവിരൽ കൊണ്ട് വലത് മൂക്ക്, വലത് പെരുവിരൽ കൊണ്ട് വലത് മൂക്ക് അടയ്ക്കുക. ഇടത് മൂക്കിലൂടെ മെല്ലെ ശ്വാസം എടുക്കൂ. മോതിരവിരൽ കൊണ്ട് ഇടത് മൂക്ക് അടയ്ക്കൂ. വലത് മൂക്ക് തുറന്ന് ശ്വാസം പുറത്തേക്ക് വിടുക. പിന്നീട് വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. പെരുവിരൽ കൊണ്ട് വലത് മൂക്ക് അടച്ച് ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇടത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മോതിരവിരൽ കൊണ്ട് അടച്ച് വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. വലത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് അടച്ച് ഇടത് മൂക്കിലൂടെ പുറത്തേക്ക് വിടുക. സാവധാനം കയ്യ് നിങ്ങൾ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാം. ഇത് 9 പ്രാവശ്യം നമ്മൾ ചെയ്യണം. 2 പ്രാവശ്യം ഇടത് മൂക്കിലൂടെ ചെയ്ത് വലത് വിട്ടു, വലത് മൂക്കിലൂടെ ഇടത് വിട്ടു. ഇതാണ് ഒരു റൗണ്ട്. അങ്ങനെ ഒരു 9 റൗണ്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കപാലഭാതിയിലൂടെ നമ്മുടെ സ്കൾ ഭാഗം വരെ എല്ലാം നീറ്റായി നാഡീശുദ്ധി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ ഏറ്റവും സൂപ്പർ ബ്രെയിൻ ആയി തീരും. ഒരിക്കലും നമുക്ക് ഉറക്കം തൂങ്ങുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ക്ഷീണിതമായ അവസ്ഥയോ ഉണ്ടാവില്ല. നമ്മുടെ തലച്ചോറ് ശരീരത്തിലെ ജനറേറ്ററാണ്. അതിൽ കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് പ്രവർത്തിക്കും. അപ്പോൾ ഇവിടെയാണ് കറണ്ട് സേവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നല്ലപോലെ ചന്ദ്രനാഡിയും സൂര്യനാഡിയിലൂടെയും ഊർജ്ജശക്തിയെ ഉള്ളിലേക്ക് ശേഖരിച്ചുകൊണ്ട് നമ്മുടെ ശക്തീകരണം ശരീരത്തിൽ നിലനിർത്തുക. എല്ലാ ദിവസവും മുടങ്ങാതെ പരിശീലിക്കുക. എല്ലാവരും നാക്ക് പുറത്തേക്ക് നീട്ടു, നാക്കിനെ ഒന്ന് ചുരുട്ടു. ശ്വാസം ഉള്ളിലേക്ക് നാക്കിലൂടെ വലിച്ച് വെള്ളം കുടിക്കുന്ന പോലെ എടുത്ത ശ്വാസം ഉള്ളിലേക്ക് ഇറക്കി മൂക്കിന്റെ ദ്വാരത്തിലൂടെ ശ്വാസം പുറത്തേക്ക് വേണം. ശീതളി നോക്കൂ, അത് ഇറക്കുന്നു, ശ്വാസം പുറത്തേക്ക്. വീണ്ടും ഉള്ളിലേക്ക് ഇറക്കി ശ്വാസം പുറത്തേക്ക്, ഉള്ളിലേക്ക് ഇറക്കി ശ്വാസം പുറത്തേക്ക്. നോക്കൂ, എത്ര ചൂടുള്ള കാലാവസ്ഥയെ ചുട്ട് പഴുത്ത് ശരീരം കംപ്ലീറ്റ് അങ്ങോട്ട് വരണ്ട് ദാഹവും അതേപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള അസുഖങ്ങളെ കൊണ്ട് നമ്മൾ പൊറുതിമുട്ടാറുണ്ട്. വെള്ളം എവിടെ കിട്ടും അന്വേഷിക്കുക, എവിടെ അന്വേഷിക്കേണ്ട. നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും പെട്ടെന്ന് സാധാരണ നിലയ്ക്കാവാൻ കണ്ണടച്ചിരിക്കുക, നാക്ക് നീട്ടുക, സുഖമായിട്ട് ശ്വാസം ശീതളി പ്രാണായാമം എടുക്കുക. ഒരു 9 റൗണ്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വീണ്ടും കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവൃത്തിയിരിക്കുന്നു. ഇപ്പോൾ ശരീരത്തിൻ്റെ ഉഷ്ണരോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ, എല്ലാ തരത്തിലുള്ള ക്ഷീണത്തെയും മാറ്റാൻ ശരിക്കും ഒരു എനർജി ടോണിക്ക് കഴിക്കുന്നില്ലേ, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇത് ശരിക്കും അങ്ങ് ഉപയോഗിച്ചാൽ മതി. ഈ ചൂടുള്ള കാലാവസ്ഥയിൽ ധാരാളം ഇത് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി എല്ലാവരും ഒരു ശ്വാസം ഉള്ളിലേക്കെടുത്ത് നാക്കിൻ്റെ അറ്റം അപ്പർ പാലിൽ ടച്ച് ചെയ്താൽ, എന്നിട്ട് നന്നായിട്ട് ഈ നാക്കിൻ്റെ അറ്റം അണ്ണാക്കിൽ വെച്ചിട്ട് മൂളുക, ഒരു വണ്ട് മൂളുന്ന പോലെ. ഭ്രാമരി പ്രാണായാമം. എല്ലാവരും ശ്വാസം എടുക്കൂ, നാക്ക് അണ്ണാക്കിൽ വെക്കൂ, ശ്വാസം പുറത്ത് വന്നാൽ നാക്ക് ഫ്രീ ആക്കണം. വീണ്ടും ശ്വാസം എടുക്കണം, നാക്ക് തൊടണം. നാക്ക് ഫ്രീ ആക്കുക. വീണ്ടും ശ്വാസം എടുക്കുക, നാക്ക് തൊടുക. ഇനി പൂർണ്ണമായിട്ട് ചെയ്യുമ്പോൾ അതുകൂടെ പറഞ്ഞു തരാം. ശ്വാസം എടുക്കണം, നാക്ക് തൊടണം, 2 പെരുവിരൽ കൊണ്ടും. ഈ ചെവിക്കൊരു വാതിലുണ്ട്, 2 വാതിൽ. ആ വാതിൽ ചെയ്യണ്ട, 1 മിനിറ്റ്. എല്ലാവരും കൈ ഡൗൺ ചെയ്യൂ. നമുക്ക് ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ ഈ മുഴുവൻ കേൾക്കില്ല. അറിയണവരുണ്ട്, അറിയാത്തവരുണ്ട്. ഇവിടെ നമ്മളൊരു പഠിപ്പിക്കലാണ്, അതുകൊണ്ട് കേൾക്കുമ്പോഴേക്കും നമ്മൾ ചെയ്തു തുടങ്ങരുത്. അപ്പോൾ ഈ ചെവിയുടെ വാതിൽ വിരൽ കൊണ്ട് മെല്ലെ അടച്ചു കൊടുക്കണം. കൈ ചെയ്യാൻ വരട്ടെ, വെയിറ്റ്. ചെവിയുടെ ഉള്ളിലേക്ക് കൈ തിരികെ കയറ്റരുത്. അപ്പോൾ പുറത്തുനിന്ന് അടച്ചു കൊടുത്തിട്ട് കണ്ണടച്ച് സുഖമായിട്ട് ഈ മൂളുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ നഗാരമാണ്, മകാരമല്ല, ബ്രെയിനല്ല, ENT ഭാഗത്തേക്കാണ്. തൊണ്ട, മൂക്ക്, ചെവി, ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ആക്ടിവൈസ് ചെയ്യാൻ ഒരിക്കലും നമുക്കൊരു ENT ഡോക്ടറെ കാണാൻ ഉള്ള അവസരം ഉണ്ടാവാതിരിക്കുക. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കണ്ണടച്ച്
വൈബ്രേറ്റ്, ഇങ്ങനെ ശരീരത്തിനെ ഇളക്കരുത്. ശാന്തമായി മൂളുക, ഒരു വണ്ട് മൂളുന്ന പോലെ. റെഡി? എല്ലാവരും ആദ്യം ശ്വാസം എടുക്കൂ. ആദ്യം ശ്വാസം എടുക്കുക. 2 നാക്ക് ടച്ച് ചെയ്യൂ, 3 ചെവി അടയ്ക്കൂ. കൈ മാറ്റൂ, നാക്കും തിരിച്ചെടുക്കും. ഇതാണ് 1 ആയിട്ടുള്ളൂ. ഇനി വീണ്ടും ശ്വാസം എടുക്കുക, നാക്ക് ടച്ച് ചെയ്യുക, ചെവി അടയ്ക്കൂ. 2ാമത്തെ റൗണ്ട്. എന്നിട്ട് മൂളുക. പതുക്കെ കൈ താഴ്ത്തുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്ഷമ വളരെ പ്രധാനമാണ്. ശ്വാസമെടുത്ത് നാക്ക് ടച്ച് ചെയ്ത് ചെവി മെല്ലെ അടച്ച് വളരെ മെല്ലെ അതിങ്ങനെ നമുക്ക് കാണാം ആ വൈബ്രേഷൻ. അങ്ങനെ ചെയ്യണം. അത് കഴിഞ്ഞാൽ ഇതെല്ലാം ഫ്രീ ആക്കി വീണ്ടും ചെയ്യണം. നമുക്കെന്താ തിരക്ക് പിടിച്ച് യോഗ ചെയ്യരുത്. വളരെ ശാന്തമായിട്ട് ഒരാൾ പറയുമ്പോൾ അത് കേൾക്കാനുള്ള ക്ഷമ ആദ്യം നമുക്കുണ്ടാവണം. ഒരു കോമൺ പ്രാക്ടീസാണ്. നന്നായിട്ട് ചെയ്യുന്ന യോഗ്യരായ ആളുകൾ വഴിയുണ്ട്. പക്ഷെ മറ്റുള്ളവർ കേട്ട് നമ്മൾ ക്ഷമ കാണിക്കണം. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ ഈ പഠിച്ച കാര്യം വ്യക്തിപരമായിട്ട് എല്ലാവരും പരിശീലിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ ചെയ്യാനുള്ളത്. ഇനി ഇതിൻ്റെ അവസാന ഭാഗമായിട്ടുള്ള ധ്യാനം നമ്മുടെ മീനാജി എടുക്കുന്നുണ്ടാവും. അതിനുശേഷം നമ്മുടെ ശാന്തി മന്ത്രത്തോടുകൂടി ഈ പരിപാടി അവസാനിപ്പിക്കും. യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ധ്യാനം. ഇപ്പോൾ നമുക്ക് ഏവർക്കും ചേർന്ന് നമ്മുടെ മനസ്സിന് ശാന്തമാക്കാനും നമ്മളിരിക്കുന്ന ഈ അറ്റ്മോസ്ഫിയറിലേക്ക് ശാന്തിയുടെ ഊർജം നിറയ്ക്കാനുമായി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, തോട്ട്സ് എന്ന് പറയുന്നത് എനർജിയാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് ഊർജമാണ്. നമ്മൾ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് കൊണ്ടുവരുമ്പോൾ ആ പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാക്കുന്ന പോസിറ്റീവ് എനർജി ഈ അറ്റ്മോസ്ഫിയറിൽ നിറയും. ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അത് മുഴുവൻ വിശ്വത്തിലേക്ക് വ്യാപിക്കും. അത് ടോട്ടൽ വിശ്വത്തിൻ്റെ പരിവർത്തനത്തിന് ഒരു വലിയ കാരണമായിട്ട് മാറും. അനേകരുടെ മനസ്സുകളെയും അത് പീസ്ഫുള്ളാക്കും. നിവർന്നിരിക്കും. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരേ സങ്കല്പങ്ങൾ ഉണ്ടാകാൻ, കേൾക്കുന്ന ഓരോ വാക്കുകളും ഫീൽ ചെയ്തുകൊണ്ട് മനസ്സിൽ കാണാം. ഒന്നും ഏറ്റു പറയണ്ട. ഓരോ വാക്കും ഫീൽ ചെയ്യൂ. ആ ഫീലിംഗ് നൽകുന്ന ഹീലിംഗ് എക്സ്പീരിയൻസ് ചെയ്യും. ശ്രദ്ധ ശാരീരിക അവയവങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ പിൻവലിക്കും. കൈകാലുകളിൽ നിന്ന്, ഉദരഭാഗത്ത് നിന്ന്, നെഞ്ചിൽ നിന്ന് ശ്രദ്ധയെ കഴുത്തിന് മുകളിൽ, മുഖത്തേക്ക്, നെറ്റിത്തടത്തിലേക്ക് പൂർണ്ണമായും ശ്രദ്ധയെ ഏകാഗ്രമാക്കും. നെറ്റിത്തടം ദർശിക്കും. ശരീരമാകുന്ന ഈ വിളക്കിൽ നെറ്റിത്തടം ദീപം തെളിയുന്ന പവിത്രമായ സ്ഥാനമാണ്. ഇരുപുരികങ്ങളുടെ മധ്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. പുരിക മധ്യത്തിൽ തലച്ചോറിനുള്ളിൽ വിളക്കിൽ
ദീപം പ്രകാശിക്കുമ്പോൾ ആത്മീയ ചൈതന്യം ശരീരമാകുന്ന ഈ വിളക്കിൽ പ്രകാശിക്കുന്ന ദീപമാണ് ഞാൻ. ആത്മീയ ഊർജമാണ് ഞാൻ. തലച്ചോറിനുള്ളിൽ നക്ഷത്രം പോലെ പ്രകാശിക്കുന്ന ഡിവൈൻ ലൈറ്റ്, ആത്മചേതനയാണ് ഞാൻ. മിന്നാമിനുങ്ങ് പോലെ ഒരു വെളിച്ചം, ശാന്തമായ ചൈതന്യമാണ് ഞാൻ. ദിവ്യമായ പ്രകാശകണികയിൽ നിന്ന് പരക്കുന്ന ഊർജം ശാന്തിയുടേതാണ്. തലച്ചോറിനുള്ളിൽ ഒരു ബൾബ് പ്രകാശിക്കും പോലെ ആത്മചൈതന്യം ആത്മീയ ഊർജത്തിൻ്റെ പ്രസരണം നടക്കുകയാണ്. ശാന്തമായ ദിവ്യപ്രകാശമാണ് ഞാൻ. ശാന്തതയാണ് എൻ്റെ സ്വഭാവം. ഞാൻ ശാന്തനാണ്. ശാന്തി നിറഞ്ഞ ഊർജമാണ്. ശാന്തിയിലെ സുഖം ഫീൽ ചെയ്യണം ഞാൻ. ഡീപ് സൈലൻസ്, ആഴമാർന്ന മധുരമായ ശാന്തി, സ്വീറ്റ് സൈലൻസ്. ശാന്തിയിലാണ് മനോസുഖം. ആത്മീയ സുഖം അതീന്ദ്രിയമായ ഇന്ദ്രിയങ്ങൾക്കതീതമായ സുഖനുഭവിക്കണം ഞാൻ. ശാന്തിയിലാണ് സന്തോഷമെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നു. മനസ്സ് നിറയെ ആനന്ദമാണിപ്പോൾ.
സന്തോഷമായിരിക്കുക. കൂടെയുള്ളവർക്കെല്ലാം സന്തോഷം നൽകുക. ഇതാണ് എൻ്റെ ധർമ്മമെന്ന് തിരിച്ചറിയുന്നു. ശാന്തമായ എൻ്റെ മനസ്സ് സ്നേഹം കൊണ്ട് നിറയുകയാണ്. ശുദ്ധമായ സ്നേഹം, നിസ്വാർത്ഥമായ സ്നേഹം. വിശ്വമാകുന്ന ഈ മുഴുവൻ തറവാടിനോടും സമസ്ത ജീവജാലങ്ങളോടും മാനവരാശിയോടും പഞ്ചതത്വങ്ങളോടുമുള്ള ആത്മാർത്ഥമായ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ കരുണയായി നിറയുകയാണ്. സർവരെയും സ്നേഹിക്കാൻ കഴിയുമെന്ന് അവരാര് തന്നെയായാലും എന്നോട് എന്ത് ചെയ്തവരാണെങ്കിലും അവരെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയുമെന്ന് ആത്മാർത്ഥമായി തിരിച്ചറിയുകയാണ് ഞാൻ. കാരണം അവരെല്ലാം ലോകമാകുന്ന ഈ തറവാട്ടിൽ എൻ്റെ തന്നെ ആത്മസഹോദരങ്ങളാണ്. ഒരേ ഒരു വിശ്വനാഥൻ്റെ, പ്രപഞ്ചനാഥൻ്റെ മക്കളാണ്. പരമമായ ഈ ശാന്തിയിൽ മനസ്സ് നിറയെ സദ്ഭാവനയാണ്, ഹാർമണി. ഞാൻ എവിടെയാണെങ്കിലും കുടുംബത്തിലും സമൂഹത്തിലും ലോകത്തിൻ്റെ ഏത് കോണിലാണ് ഞാനെങ്കിലും ആരോടൊപ്പമാണ് ഇടപഴകേണ്ടി വരുന്നതെങ്കിലും സർവരോടും സദ്ഭാവനയോടെ ജീവിക്കാൻ കഴിയുമെന്ന യാഥാർത്ഥ്യം ഉണരുകയാണ്. ശാന്തിയിലാണ് സദ്ഭാവന. ശാന്തി. 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 ശാന്തമായ ഈ മനോസ്ഥിതിയിലിരുന്ന് നമുക്കേവർക്കും
ഇന്നത്തെ വിശ്വ യോഗ ദിനത്തിൻ്റെ പ്രതിജ്ഞ ചെയ്യാം. നമസ്കാര മുദ്രയിലിരിക്കാം. പ്രതിജ്ഞ ചൊല്ലാനുള്ളതാണ്, ഒപ്പം ജീവിക്കാനുള്ളതാണ്. അതുകൊണ്ട് കേവലം ഒരു ചൊല്ലുന്ന ചടങ്ങ് മാത്രമാകരുത്. ചൊല്ലുന്നതിനോടൊപ്പം അവരവരുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എന്താണ് പ്രതിജ്ഞ ചെയ്യുന്നതെന്ന ബോധത്തോടെ ഫീൽ ചെയ്തുകൊണ്ട് ചെയ്യൂ. ഈ യോഗദിന് ഇന്നത്തെ ഈ ചടങ്ങിൽ നിന്ന് നമ്മൾ പോകുന്നതോടുകൂടി ഇവിടെ നിന്ന് തന്നെ ഈ പ്രതിജ്ഞ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് പോകണം. ഈ ലക്ഷ്യത്തോടു കൂടി വേണം പ്രതിജ്ഞ ചെയ്യാൻ. നമസ്കാര മുദ്രയിലിരിക്കാം. പ്രതിജ്ഞ ഉള്ളുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ട് എല്ലാവരും ഏറ്റു പറയണം. ഞാൻ ആരോഗ്യമുള്ള സമാധാനപ്രിയനായ വദനത്തോടെ സ്നേഹിയായ ഒരു മനുഷ്യനായി ജീവിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്നു. ഞാൻ എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് എൻ്റെ ചുറ്റിലും സമാധാനവും സ്നേഹപൂർണവുമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കും. ഞാൻ വിവേകപൂർണമായ ജീവിതം നയിച്ചുകൊണ്ട് വിശ്വബന്ധുത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഭാവനയോടെ സമസ്ത ലോകത്തിനും വേണ്ടി സ്വയം സമർപ്പിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. ഞാൻ വസുദൈവ കുടുംബകമെന്ന തത്വത്തിന് പൂർണ്ണ അർത്ഥം കൽപ്പിച്ചുകൊണ്ട് എല്ലാവരോടും കൃതജ്ഞതാഭാവത്തോടെ ആത്മാർത്ഥമായി പെരുമാറും. ഞാൻ ഇടപഴകുന്ന ഓരോരുത്തരോടും ഐക്യം പുലർത്തുമെന്ന് പ്രതിജ്ഞയെടുക്കുന്നു. ഇനി ശാന്തി മന്ത്രം ചൊല്ലുമ്പോഴും ഫീൽ ചെയ്തുകൊണ്ട് ചൊല്ലുക. സർ, എല്ലാവരും നമസ്കാര മുദ്രയിൽ തന്നെ ഇരിക്കാം. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ശാന്തി
സർവരും സൗഖ്യത്തോടെ ഇരിക്കട്ടെ. സർവരും നിരോഗികളായിരിക്കട്ടെ. സർവർക്കും മംഗളമുണ്ടാകട്ടെ. ഈ ലോകത്തിൽ ഒരാൾക്ക് പോലും ദുഃഖമില്ലാതിരിക്കട്ടെ. ഓം ശാന്തി. പ്രഭാകരേട്ടൻ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു. യോഗ അസോസിയേഷൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഒരുപാട് പേരെടുത്ത് പറയുന്നത് അരോചകവും അനൗഖ്യവുമാണിപ്പോൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, യോഗ പ്രേമികൾ, യോഗ സാധകർ, യോഗ അധ്യാപകർ, പ്രത്യേകിച്ച് വിശിഷ്ട വിദ്യാർത്ഥികൾ, ഇവിടെ ഡെമോ ചെയ്തിട്ടുള്ള മറ്റ് സാധകർ, ഈ ഒരു സംരംഭം ഇവിടെ ഒരുക്കാൻ വേണ്ടി പാലക്കാട് ജില്ലാ ഭരണകൂടം, നെഹ്റു യുവകേന്ദ്ര, ബ്രഹ്മകുമാരീസ്, ക്രീഡാ ഭാരത്, തപോവന വരിഷ്ഠാശ്രമം, സേവാഭാരതി, മറ്റെല്ലാ സംഘടനകൾക്കും, അതേപോലെ വളരെ വിലയേറിയ ഈ സമയം ഞങ്ങളോടൊത്ത് ഈ വേദി പ്രൗഢഗംഭീരമാക്കി തന്ന എല്ലാവരോടും, ഈ പ്രസന്നലക്ഷ്മിയുടെ അംഗങ്ങളോടും, പാലക്കാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരോടും ഇനിയും നിങ്ങളുടെ സഹകരണങ്ങളും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.